ഇന്നൊരു ഞായറാഴ്ചയായിട്ട് സ്കൂളിൽ എന്തിനാ ഓടിപ്പോണെന്നല്ല ഇപ്പൊ ചോദിക്കാൻ പോണത്. ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമുക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ സെമിനാർ നടക്കേണ്ടത് തിരൂര് വെച്ചിട്ട്. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് 8 മണിക്ക് സ്കൂളിൽ നിന്ന് ബസ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓടി പറഞ്ഞ് വന്നതാണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 7:50 ആയിട്ടുണ്ട് കേട്ടോ. ബസ് എങ്ങാനും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വഴി അറിയില്ല, സ്ഥലം അറിയില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. എത്തിക്കഴിഞ്ഞപ്പോഴോ ഇതൊരു മനുഷ്യ ജീവി പോലും എത്തിയിട്ടില്ല. എന്തായാലും 10 മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. യൂണിഫോം ഒക്കെ പകുതി റെഡി ആക്കിയിട്ടുള്ളൂ കേട്ടോ. സ്കാർഫൊക്കെ എന്റെ കയ്യിലായിരിക്കുന്നത്. എന്തായാലും അപ്പൊ എല്ലാവരും വരുന്നതിന് മുന്നേ ഇതൊക്കെ റെഡിയാക്കാന്ന് വിചാരിച്ചിട്ട് ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ ഞാൻ സ്കാർഫ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. സാധാരണ വരുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇതൊക്കെ റെഡിയാക്കിയിട്ട് വരാറുണ്ടായിരുന്നത്. ഇന്നത്തെ ഓട്ടത്തിന്റെ ഇടയിൽ എന്തായാലും ഇതൊക്കെ ബാഗിൽ കുത്തി നിറച്ചിട്ടാ വന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇപ്പൊ അതിനൊക്കെ ഉള്ള ഒരു സമയം കിട്ടി. ഇടയ്ക്കിടയ്ക്ക് തലയും പൊക്കി 4 ഭാഗത്തേക്ക് നോക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ബസ്സൊക്കെ ഏകദേശം എടുക്കാനായിട്ടുണ്ടല്ലോ. 8 മണി ആവാനായിട്ടുണ്ട്. നേരത്തെ എത്തിയത് കൊണ്ട് എന്തായാലും യൂണിഫോം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഹോസ്റ്റലിലുള്ള പിള്ളേർ ഓരോരുത്തരായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. ഈ പെണ്ണുമ്പിള്ളേക്ക് ഞായറാഴ്ചയായിട്ട് മുഴുവില്ലേന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും നമ്മൾ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങാന്ന് ഞാനും വിചാരിച്ചു. ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ നിറച്ചും ബദാമിന്റെ കായ കിടക്കുന്നുണ്ട്. കുത്തിപ്പൊട്ടിച്ച് തിന്നണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഓർത്തത് പണ്ടത്തെ കാലമൊന്നുമല്ലല്ലോ, നിപ്പയും അതുപോലത്തെ ഒരുപാട് അസുഖങ്ങളുണ്ട്. വെറുതെ എന്തിനാ വേണ്ടാത്ത പണിക്ക് നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ അവിടെ അങ്ങോട്ട് ഉപേക്ഷിച്ച്. അപ്പോഴേക്കും ഇത് സ്കൂളിലേക്ക് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് പകുതി വഴിക്കുന്ന കയറുന്നതാണ്. ബസ് മിസ്സാവുന്നുള്ള ഓട്ടത്തിന്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല വിശപ്പിന്റെ വിളിയുണ്ട്. അപ്പോഴാണ് ദീപ്തി വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ വിനോദിന്റെ കടയിൽ നിന്ന് ഒരു പുട്ടും എനിക്ക് പാഴ്സലായിട്ട് വാങ്ങാൻ പറഞ്ഞു. അതാണ് ഇപ്പൊ ഇത്. ആകെ 3 ബസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പല വഴിക്ക് പോയി കഴിഞ്ഞപ്പോ ഇതിലിപ്പോ ഞങ്ങൾ 3 ആളും മാത്രമായി. അതിന്റെ ഇടയിലാണ് പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുടിക്കാൻ വെള്ളമില്ലെന്ന് മനസ്സിലായത്. അതന്നെ ദീപ്തി ഇറങ്ങി ഓടിയിട്ടുണ്ട്. തിരിച്ചു വരുന്ന വഴിയാണിത്. എത്തുന്നതിന്റെ മുന്നേ തന്നെ പുതിയ കഴിച്ച എങ്ങനെയും പിടിച്ചതാട്ടെ. ഈ ചാട്ടം കണ്ടാൽ അറിയാണ്ടല്ലോ ഞങ്ങളോട് മുന്നിൽ പറയുന്നത് എന്താണെന്നറിയാം. ഗട്ടറിൽ വീഴുന്ന സമയത്ത് പുട്ട് ഉറക്കി പിടിച്ചോളാനാണ്. കാരണം അത് വീഴുന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു വിധത്തിലാണ് ഞങ്ങളിത് കഴിച്ചത്. അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബൈ.